എല്ലാവർക്കും നമസ്കാരം. ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഗ്രൂപ്പ് മത്സരത്തിന്റെ മുൻപോ ശേഷമോ ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും കളിക്കാർ തമ്മിൽ ഹസ്തദാനം നടത്തിയിരുന്നില്ല. അത് ഇന്ത്യൻ ടീമിന്റെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു. ഈ കാര്യം ആ ദിവസം തന്നെ നമ്മുടെ നാട്ടിലുള്ള എല്ലാ മാധ്യമങ്ങളും പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തതിന് ശേഷവും മാതൃഭൂമി പത്രത്തിൽ ആ വാർത്ത ഉണ്ടായിരുന്നില്ല എന്നുള്ള ഒരു കാര്യം കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. എന്നാൽ ഇന്നത്തെ പത്രത്തിൽ മാതൃഭൂമി അതിഗംഭീരമായിട്ട് തന്നെ അതിനെക്കുറിച്ചിട്ടുള്ള വാർത്തകളൊക്കെ തന്നെ കൊടുത്തിട്ടുണ്ട്. എന്തായാലും നന്നായി എന്ന് മാത്രമേ പറയാനുള്ളൂ. പക്ഷേ ഇന്നത്തെ വീഡിയോ മനോരമയുടെ ഒരു ചെറിയ കുത്തിത്തിരിപ്പിനെ കുറിച്ചാണ്. ഈ കുത്തിത്തിരിപ്പ് വീണ്ടും ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ്. മലയാളി താരം സഞ്ജു സാംസണുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. പാകിസ്ഥാനെതിരായിട്ടുള്ള മത്സരത്തിൽ ടീമിൻ്റെ ബാറ്റിംഗ് ഓർഡറിൽ അഞ്ചാമനായിട്ടാണ് സഞ്ജുവിനെ സ്ലേറ്റ് ചെയ്തിരുന്നത് എങ്കിലും അവസാനം അദ്ദേഹത്തിന് ബാറ്റിങ്ങിന് ഇറങ്ങേണ്ടി വന്നില്ല. ഒരു സാധ്യതയുണ്ടായിരുന്നു 3 വിക്കറ്റ് പോകുന്ന സമയത്ത്. പക്ഷേ ആ സമയത്ത് പകരം ഇറങ്ങിയത് ശിവം ദുബെയാണ്. അപ്പോൾ അതുകൊണ്ട് സഞ്ജു സാംസൺ അവഗണിക്കപ്പെടുകയാണ് എന്നും അതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് വലിയ നിരാശയുണ്ട് എന്നുമൊക്കെയാണ് മനോരമ കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ എന്താണ്, മനോരമ പറയുന്ന വാർത്തയിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് പരിശോധിക്കുന്നത്. നോക്കാം. നമുക്കറിയാം, പാകിസ്ഥാനെതിരായിട്ടുള്ള മത്സരത്തിൽ നമ്മുടേത് അനായാസ ജയമായിരുന്നു. ആദ്യം ബാറ്റ് ചെയ്ത പാകിസ്ഥാൻ വളരെ ചെറിയൊരു സ്കോറിന് പുറത്താകുന്നു. പിന്നീട് നമ്മുടെ താരങ്ങൾ നല്ല ഗംഭീരമായി ബാറ്റ് ചെയ്ത് 3 വിക്കറ്റ് നഷ്ടത്തിൽ ജയം നേടിയെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ മൂന്നാമത്തെ വിക്കറ്റ് വീഴുമ്പോൾ ബാറ്റിംഗ് ഓർഡറിൽ അഞ്ചാമനായി സ്ലേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന സഞ്ജു സാംസൺ ആണ് സത്യത്തിൽ ബാറ്റിങ്ങിന് വരേണ്ടത്. പക്ഷേ അദ്ദേഹത്തിന് മുൻപ് ശിവം ദുബൈക്ക് സ്ഥാനക്കയറ്റം നൽകി എന്നുള്ളതാണ് മനോരമയെ ചൊടിപ്പിച്ചിരിക്കുന്നത് എന്ന് തോന്നുന്നു. എന്തായാലും ആ വാർത്ത വളരെ ഏകപക്ഷീയമായിട്ട് മനോരമ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. അതിൻ്റെ ടൈറ്റിലിൽ തന്നെ എന്തിനാണ് ഇങ്ങനെ, അത് മറ്റാരും ചോദിച്ചിരിക്കുന്ന ചോദ്യമല്ല, മനോരമയുടെ സ്വന്തം ചോദ്യമാണ്. അഞ്ചാമനായും സഞ്ജുവില്ല. എന്ത് കഷ്ടമാണ്. ഓപ്പണർ സ്ഥാനത്ത് നിന്ന് സഞ്ജുവിനെ മാറ്റി അഞ്ചാമനായിട്ടാണ് വെച്ചിരിക്കുന്നത്. പക്ഷേ എന്നിട്ടും സഞ്ജു ഇറങ്ങുന്നില്ല. വിജയാഹ്ലാദത്തിനിടയിലും പാടുകെട്ടി ഡഗൌട്ടിൽ നിരാശനായി താരം. അതായത് ടീമിൻ്റെ വിജയാഹ്ലാദം ഒരു സ്ഥലത്ത് നടക്കുമ്പോൾ നിരാശനായിട്ടാണ് സഞ്ജു സാംസൺ ഡഗൌട്ടിൽ ഇരിക്കുന്നത് എന്നാണ് പറയുന്നത്. ഇതിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അപകടം, ടീമിൻ്റെ വിജയത്തിൽ ആഹ്ലാദിക്കുന്നവനല്ല സഞ്ജു സാംസൺ എന്നും അദ്ദേഹത്തിന് ആ സമയത്തും വ്യക്തിപരമായിട്ടുള്ള പ്രകടനത്തിൻ്റെ താല്പര്യമാണുള്ളത് എന്നും അതുകൊണ്ട് തന്നെ ഒരവസരം കിട്ടാത്തത് കൊണ്ട് അദ്ദേഹം നിരാശനാണ് എന്നുമൊക്കെയാണ് മനോരമ ഇവിടെ ആരോപിക്കുന്നത്. ഇത് ഒരിക്കലും ഒരു മലയാളി താരത്തിനോടുള്ള പക്ഷപാതപരമായിട്ടുള്ള ഒരു റിപ്പോർട്ടിംഗ് ആണ് എന്ന് പോലും കരുതാൻ കഴിയില്ല. മറിച്ച് അങ്ങേയറ്റം നിന്ദ്യമായിട്ടുള്ള ഒരു റിപ്പോർട്ടിംഗ് ആണ്. ക്രിക്കറ്റ് എന്ന് പറയുന്നത് ഒരു ടീം സ്പോർട്ടാണ്. അവിടെ ടീമിൻ്റെ ജയത്തിന് വേണ്ടിയിട്ടാണ് കളിക്കാരെല്ലാം തന്നെ മത്സരിക്കുന്നത്. ഇൻഡിവിജ്വലിസ്റ്റിക് പെർഫോമൻസുകൾക്ക് തീർച്ചയായിട്ടും അതിൻ്റെ സ്ഥാനമുണ്ട്. കാരണം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു താരം ടീമിലെ അയാളുടെ സ്ഥാനം നിലനിർത്തുന്നത്. പക്ഷേ ഇവിടെ ടീമിൻ്റെ വിജയാഹ്ലാദത്തിൽ പങ്കെടുക്കാതെ അല്ലെങ്കിൽ അതിലെന്തോ നിരാശയോടുകൂടി സഞ്ജു സാംസൺ ഇരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ സഞ്ജു ഒരു ടീം മാൻ അല്ല എന്നാണ് പറയുന്നത്. അത് അങ്ങേയറ്റം നിരുത്തരവാദപരമായിട്ടുള്ള നിന്ദ്യമായിട്ടുള്ള ഒരു പ്രസ്താവനയാണ് എന്ന് ഈ വാർത്തയൊക്കെ പടച്ചുവിടുന്ന മുഖമില്ലാത്ത ജേർണലിസ്റ്റുകൾ മനസ്സിലാക്കണം. ഓൺലൈൻ ഡെസ്ക് എന്ന് മാത്രമാണ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ പേന ആരുടേതാണ് എന്ന് നമുക്കറിയാനായിട്ട് സാധിക്കുന്നില്ല. ഇനി ഇതിനോടൊപ്പം ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. അത് ഇന്ത്യൻ ടീം അംഗങ്ങളെല്ലാം മത്സരം ജയിച്ചതിന് ശേഷം നിൽക്കുന്നു. അവിടെ സഞ്ജു സാംസൺ ഇരിക്കുന്നു. സഞ്ജു സാംസന്റെ മുഖത്ത് നിരാശയാണ് എന്ന് ഇതിൻ്റെ അടിക്കുറിപ്പിൽ പറയുന്നുണ്ട്. ഏഷ്യ കപ്പിൽ പാകിസ്ഥാനെതിരായ മത്സരശേഷം ഡഗൌട്ടിൽ നിരാശനായി ഇരിക്കുന്ന സഞ്ജു സാംസൺ. എന്നിട്ട് സഞ്ജു സാംസന്റെ ചിത്രത്തിന് ഒരു വട്ടമിട്ടൊക്കെ കാണിക്കുന്നുണ്ട്. നമുക്ക് ആള് തെറ്റിപ്പോയാലോ എന്നതിൻ്റെ ആശങ്കയിലായിരിക്കും. എന്തായാലും അങ്ങനെ കാണിച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ വാർത്തയിൽ പറയുന്നത് ഇങ്ങനെയാണ്: പാകിസ്ഥാനെതിരായ ജയത്തിൻ്റെ ആഘോഷത്തിൽ പങ്കുകൊള്ളുമ്പോഴും മലയാളി ആരാധകർ അല്പം നിരാശയിലാണ്. നോക്കൂ, ആദ്യം ഈ ആഹ്ലാദത്തിൽ പൂർണ്ണമായിട്ട് സഞ്ജു സാംസൺ ഇൻവോൾവ് അല്ല, അദ്ദേഹം നിരാശയിലാണ് എന്ന് പറയുന്നു. ഇപ്പോൾ മലയാളികളുടെ മൊത്തത്തിലുള്ള താല്പര്യം ടീമിൻ്റെ ജയമല്ല, മറിച്ച് സഞ്ജു സാംസന്റെ നിരാശയാണ് എന്ന രീതിയിൽ മലയാളികൾ മൊത്തത്തിൽ അല്പം നിരാശയിലാണ് എന്നാണ് പറയുന്നത്. ഇതെന്ത് കണ്ടുപിടുത്തത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, എന്തെങ്കിലും സർവേ നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണോ മനോരമ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നറിയില്ല. അത് മറ്റൊന്നുമല്ല, മലയാളി താരം സഞ്ജു സാംസന്റെ കാര്യത്തിലാണ്. എന്താണ്, UAEക്കെതിരായ ആദ്യ മത്സരത്തിലും പാകിസ്ഥാനെതിരായ മത്സരത്തിലും സഞ്ജു സാംസൺ ഇന്ത്യയുടെ പ്ലേയിങ് 11-ൽ സ്ഥാനം പിടിച്ചെങ്കിലും 2 മത്സരത്തിലും താരത്തിന് ബാറ്റിങ്ങിന് അവസരം ലഭിച്ചില്ല. സഞ്ജുവിനെ ഓപ്പണർ സ്ഥാനത്ത് നിന്ന് മാറ്റിയതിനെ ഒരു വിഭാഗം വിമർശിച്ചെങ്കിലും ആ തീരുമാനം ഏറെക്കുറെ പ്രതീക്ഷിച്ചിരുന്നതിനാൽ കാര്യമായ പരാതികൾ ഉയർന്നില്ല. നോക്കൂ, സഞ്ജു സാംസണെ ഓപ്പണർ സ്ഥാനത്ത് ഉപയോഗിക്കണോ വേണ്ടയോ എന്നതുമായി ബന്ധപ്പെട്ട് നിരവധിയായിട്ടുള്ള ചിന്തകളുണ്ടായിരുന്നു. പക്ഷേ ടീം മാനേജ്മെൻറ്റ് ആ കാര്യത്തിൽ ഒരു തീരുമാനമെടുത്തിരുന്നു. അപ്പോൾ പലരും പറഞ്ഞത് ജിതേഷ് ശർമ്മ മധ്യനിര ബാറ്റ്സ്മാനാണ്, അദ്ദേഹത്തിനെ ഒരുപക്ഷെ സഞ്ജുവിന് പകരം കളിപ്പിക്കും എന്നൊക്കെയാണ്. എന്നാൽ അതൊക്കെ അസ്ഥാനത്താണ് എന്ന് ഈ മത്സരത്തിൻ്റെ തലേ ദിവസം തന്നെ ഇന്ത്യയുടെ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവാണ് പറഞ്ഞത്.
സഞ്ജുവിനെ ഞങ്ങൾ നല്ലതുപോലെ പരിപാലിക്കുന്നുണ്ട്, നാളെ അത് കണ്ടോളൂ എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ആദ്യ മത്സരത്തിലടക്കം സഞ്ജു ടീമിൽ ഇടം പിടിച്ചിരുന്നു എന്നുള്ളതാണ് വസ്തുത. മനോരമ ഇതറിയാതെ പോയതാണോ എന്നെനിക്കറിയില്ല. എന്തായാലും മനോരമ ഇങ്ങനെയാണ് തുടരുന്നത്. ടീം ലിസ്റ്റ് പ്രകാരം ബാറ്റിംഗിൽ 5-ാമതാണ് സഞ്ജുവിൻ്റെ സ്ഥാനം. പാകിസ്ഥാനെതിരായ മത്സരത്തിലും അങ്ങനെ തന്നെയായിരുന്നു. എന്നാൽ മറുപടി ബാറ്റിംഗിൽ ഇന്ത്യൻ ഇന്നിംഗ്സിൻ്റെ 13-ാം ഓവറിൽ തിലക് വർമ്മ പുറത്തായപ്പോൾ ക്രീസിലെത്തിയത് സഞ്ജുവിന് പകരം ഓൾറൗണ്ടറായ ശിവം ദുബെയാണ്. പാകിസ്ഥാനെതിരെ സഞ്ജുവിൻ്റെ ബാറ്റിംഗ് കാണാൻ കാത്തിരുന്ന ആരാധകരെ ഒന്നടങ്കം നിരാശരാക്കിയായിരുന്നു ആ തീരുമാനം. സഞ്ജുവിൻ്റെ ക്രിക്കറ്റ് കരിയറിൽ പാകിസ്ഥാനെതിരായ ആദ്യ മത്സരമായിരുന്നു ഞായറാഴ്ച ദുബായിൽ നടന്നത്. അതിൽ സഞ്ജു ബാറ്റ് ചെയ്യുന്നത് ആരാധകരും സ്വപ്നം കണ്ടിരുന്നു. എന്നാലോചിച്ച് നോക്കുക, എന്തൊക്കെ തരത്തിലുള്ള ഭാവനകളാണ് ഇവരിങ്ങനെ എഴുതിവിടുന്നത് എന്നുള്ളത്. സത്യത്തിൽ എന്താണ് സംഭവിച്ചത്? ഇന്ത്യൻ ടീമിൻ്റെ ലിമിറ്റഡ് ഓവേഴ്സ് ക്രിക്കറ്റിലെ, പ്രത്യേകിച്ച് വൺ ഡേയിലാണെങ്കിലും T20യിലാണെങ്കിലും എങ്ങനെയായിരിക്കണം അപ്രോച്ച്, ബാറ്റിംഗ് ഓർഡർ പ്രകാരമാണോ ആൾക്കാർ ഇറങ്ങേണ്ടത് എന്നതിനെക്കുറിച്ച് ഈ വർഷം ആദ്യം തന്നെ കോച്ച് ഗൗതം ഗംഭീർ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു. ഇംഗ്ലണ്ടിനെതിരായിട്ടുള്ള സീരീസ് നമ്മൾ ജയിച്ചതിന് ശേഷം അതിൽ 2 മത്സരങ്ങളിൽ നമ്മളുടെ ടീം ചേസ് ചെയ്യുന്ന സമയത്ത് KL രാഹുൽ എന്ന മികച്ച മധ്യനിര ബാറ്റ്സ്മാൻ ഉണ്ടായിരുന്നിട്ടും ബാറ്റിംഗ് ഓർഡറിൽ പ്രൊമോഷൻ നൽകി അയച്ചത് അക്ഷർ പട്ടേലിനെയാണ്. അത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യമുണ്ടായപ്പോൾ അന്ന് തന്നെ അത് വളരെ കൃത്യമായിട്ട് ഗംഭീർ വിശദീകരിച്ചതാണ്. ബാറ്റിംഗ് ഓർഡർ ഞങ്ങൾ പറയുന്നതിനനുസരിച്ചാവണമെന്നില്ല ആൾക്കാർ ഇറങ്ങുന്നത്, പലപ്പോഴും നോക്കുന്നത് ഒരു ലെഫ്റ്റ് റൈറ്റ് ബാറ്റിംഗ് കോമ്പിനേഷന് വേണ്ടിയിട്ടാണ് എന്നാണ്. എന്നുവെച്ചാൽ ഒരു ലെഫ്റ്റ് ഹാൻഡഡ് ബാറ്റർ പുറത്താകുമ്പോൾ മറ്റൊരു കേപ്പബിൾ ആയിട്ടുള്ള ലെഫ്റ്റ് ഹാൻഡഡ് ബാറ്റർ ടീമിലുണ്ട് എങ്കിൽ അയാൾക്ക് പ്രൊമോഷൻ നൽകി അയാളെ ആദ്യം അയക്കുന്നു എന്നാണ് അതിനർത്ഥം. അതുകൊണ്ടാണ് ഒരു ഇടതുകൈയ്യൻ ബാറ്റ്സ്മാൻ പുറത്താകുന്ന സമയത്ത് വലതുകൈയ്യൻ ബാറ്റ്സ്മാനായിട്ടുള്ള KL രാഹുൽ ടീമിലുണ്ടായിട്ടും ഇടതുകൈയ്യൻ ബാറ്റ്സ്മാനായിട്ടുള്ള അക്ഷർ പട്ടേലിന് പ്രൊമോഷൻ കൊടുത്തയച്ചത്. ഇതാണ് നമ്മുടെ രീതിയെന്നും ഈ അപ്രോച്ചാണ് ലിമിറ്റഡ് ഓവേഴ്സ് മത്സരങ്ങൾക്ക് കൂടുതൽ അഭികാമ്യം എന്നുമാണ് നമ്മുടെ കോച്ച് ഗൗതം ഗംഭീർ അന്ന് തന്നെ അഭിപ്രായപ്പെട്ടത്. അതുകൊണ്ട് തന്നെയാണ് ഒരു ലെഫ്റ്റ് റൈറ്റ് കോമ്പിനേഷന് വേണ്ടിയിട്ട് ശിവം ദുബൈക്ക് ബാറ്റിംഗ് ഓർഡറിൽ പ്രൊമോഷൻ കൊടുത്തത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, ഈ കഴിഞ്ഞ ദിവസം മത്സരത്തിന് മുമ്പ് നമ്മുടെ ബാറ്റിംഗ് കോച്ച് റയൻ ടെൻഡോസ്കാറ്റയാണ് പത്രക്കാരെ കണ്ടത്. അപ്പോൾ ആ സമയത്ത് അദ്ദേഹവും പറഞ്ഞിരുന്നു, ബാറ്റിംഗ് ഓർഡറിൽ ഈ ഓപ്പണേഴ്സിൻ്റെ പൊസിഷൻ മാത്രമാണ് ഫിക്സ്ഡ് ആയിട്ടുള്ളത്, ബാക്കിയുള്ള ആൾക്കാരെല്ലാം ഏത് ബാറ്റിംഗ് ഓർഡറിൽ കളിക്കാൻ വേണ്ടിയിട്ടും പ്രിപ്പയർഡ് ആയിരിക്കണം എന്നുള്ള കൃത്യമായിട്ടുള്ള നിർദ്ദേശം അവർക്ക് കൊടുത്തിട്ടുണ്ട് എന്ന് വെച്ചാൽ നമ്മുടെ T20 ടീമിൻ്റെ ബാറ്റിംഗ് കോമ്പിനേഷൻ ഓപ്പണിങ്ങിൽ ഇടതുകൈയ്യനായിട്ടുള്ള അഭിഷേക് ശർമ്മയും വലതുകൈയ്യനായിട്ടുള്ള ശുഭ്മൻ ഗില്ലുമാണ്. അതിനുശേഷം വീണ്ടും ഇടതുകൈയ്യനായിട്ടുള്ള തിലക് വർമ്മയുണ്ട്, വലതുകൈയ്യനായിട്ടുള്ള സൂര്യകുമാർ യാദവ് ഉണ്ട്. 5-ാമത് സ്ലേറ്റ് ചെയ്തിരിക്കുന്നത് വീണ്ടും ഒരു വലംകൈയ്യൻ ബാറ്റ്സ്മാനായിട്ടുള്ള സഞ്ജു സാംസൺ ആണ്. പക്ഷേ അതിന് താഴെ 2 ഇടംകൈയ്യൻ ഓപ്ഷൻ കൂടി അവൈലബിൾ ആണ്. അതിലൊന്നാണ് ശിവം ദുബെ. അതുകൊണ്ടാണ് പാകിസ്ഥാനെതിരായ മത്സരത്തിൽ ഇടംകൈയ്യൻ ബാറ്റ്സ്മാനായ തിലക് വർമ്മ പുറത്തായപ്പോൾ ഒരു വലംകൈയ്യൻ ബാറ്റ്സ്മാന് പകരം വീണ്ടും ഒരു ഇടംകൈയ്യൻ തന്നെ പോകട്ടെ എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ശിവം ദുബൈക്ക് പ്രൊമോഷൻ കൊടുത്തത്. അതിന് താഴെ ഹാർദിക് പാണ്ഡ്യ ഉണ്ടായിരുന്നു, അതിന് താഴെ വീണ്ടും അക്ഷർ പട്ടേൽ ഉണ്ടായിരുന്നു. ഇവർ വീണ്ടും വലത് ഇടത് ബാറ്റർമാരാണ്. അപ്പോൾ ഇതാണ് ടീമിൻ്റെ പ്രഖ്യാപിത നിലപാട് എന്നിരിക്കെ എന്തിനാണ് മനോരമ ഇങ്ങനെ ആവശ്യമില്ലാതെ കുത്തിത്തിരിപ്പിന് വേണ്ടി ശ്രമിക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. ഇനി സഞ്ജുവിനെ വീണ്ടും കുറ്റപ്പെടുത്തുന്ന തരത്തിലുള്ള ഈ റിപ്പോർട്ട് തുടരുകയാണ്. ബാറ്റിങ്ങിന് അവസരം ലഭിക്കാത്തതിൽ സഞ്ജുവും നിരാശനായിരുന്നെന്നാണ് വീഡിയോ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. അതായത് ഈ സോണി ലിവ് ആപ്പ് എടുത്തിട്ട് ഈ റിപ്പോർട്ടർ ഒരുപക്ഷെ പലതവണ നോക്കിക്കാണും. സഞ്ജുവിൻ്റെ മുഖത്ത് കാര്യമായിട്ടുള്ള എക്സ്പ്രഷൻസ് ഒന്നും ഇല്ല എന്ന് കണ്ടതുകൊണ്ട് അദ്ദേഹം നിരാശനാണ് എന്ന മട്ടിലൊരു എഴുത്തങ്ങ് എഴുതിവിടുകയാണ്. 16-ാം ഓവറിലെ 5-ാം പന്തിൽ സിക്സറിലൂടെ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് ടീമിൻ്റെ വിജയ റൺസ് നേടിയപ്പോൾ ഡഗൌട്ടിലെ ഇന്ത്യൻ താരങ്ങളെല്ലാം ആവേശത്തോടെ എഴുന്നേറ്റപ്പോഴും ബാറ്റിങ്ങിനായി പാടും ധരിച്ചിരിക്കുന്ന സഞ്ജുവിനെയാണ് ദൃശ്യങ്ങളിൽ കാണുന്നത്. നോക്കൂ, എത്ര നിന്ദ്യമായിട്ടുള്ള, എത്ര അപകീർത്തികരമായിട്ടുള്ള ഒരു റിപ്പോർട്ടിംഗ് ആണിതെന്ന് നോക്കൂ. ഇന്ത്യ ആ കളി അവസാനം 6 അടിച്ച് ജയിക്കുന്നു. അപ്പോൾ ഈ ഡഗൌട്ടിൽ ഇരിക്കുന്ന ആൾക്കാരൊക്കെ തന്നെ എണീക്കുന്നു. ആ സമയത്ത് സഞ്ജു സാംസൺ അവിടെ ഇരിക്കുകയായിരുന്നു. അദ്ദേഹം എണീറ്റില്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് അദ്ദേഹം നിരാശനായിട്ട് അവിടെ ഇരിക്കുകയായിരുന്നു എന്ന്. മറ്റുള്ള ആൾക്കാർ എണീറ്റപ്പോൾ അദ്ദേഹം എണീറ്റില്ല എന്ന്. അതിങ്ങനെയാണ് തുടരുന്നത്. താരത്തിൻ്റെ മുഖത്ത് വിഷാദവും നിരാശയും എല്ലാം പ്രകടവുമായിരുന്നുവെന്ന്. നോക്കൂ, എത്ര അസംബന്ധമാണ് ഈ എഴുതിവിടുന്നത്, എത്ര മര്യാദകേടാണ്. നോക്കൂ, ഒരു അന്താരാഷ്ട്ര മത്സരത്തിൽ രാജ്യത്തിനെ പ്രതിനിധീകരിച്ചു പോകുന്ന ഒരാളിനെക്കുറിച്ച്, മലയാളികളുടെ മൊത്തത്തിൽ അഭിമാനമായിരിക്കുന്ന ഒരു താരത്തിനെക്കുറിച്ചാണ് താരത്തിൻ്റെ മുഖത്ത് വിഷാദവും നിരാശയുമെല്ലാം ഇവരേതോ ഒരു സ്കെയിലും മീറ്ററും ഒക്കെ എടുത്തു വെച്ചിട്ട് ഇവരവിടെ ഇരുന്ന് അളക്കുകയായിരുന്നു. എന്തിൻ്റെ പേരിൽ? ഇന്ത്യൻ ടീമിലെ മറ്റംഗങ്ങളെല്ലാം എണീറ്റപ്പോൾ സഞ്ജു അവിടെ ഇരിക്കുകയായിരുന്നു എന്നതിൻ്റെ പേരിൽ. സഞ്ജുവിനെ 5-ാം പൊസിഷനിൽ ഇറക്കാത്തതിൽ ടീം മാനേജ്മെൻറ്റ് ഇതുവരെയും വിശദീകരണമൊന്നും നൽകിയിട്ടില്ലെങ്കിലും അങ്ങനെ നൽകേണ്ടുന്ന ആവശ്യമില്ല, കാരണം അത് നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. ഓപ്പണിംഗ് മുതൽ പിന്തുടർന്ന ഇടം കൈ വലം കൈ ബാറ്റിംഗ് കോമ്പിനേഷൻ തുടരുന്നതിനാലാണെന്നാണ് കരുതുന്നത്. നോക്കൂ, അതായത് ഇതുവരെ കുത്തിത്തിരിപ്പ് പറഞ്ഞതിന് ശേഷം അവസാനം ഇതിൻ്റെ ഫാക്റ്റ് എന്താണ് എന്ന് എഴുതിയിരിക്കുകയാണ്. ഇതിനാലാണ്
ഇടംകയ്യനായ തിലക് വർമ്മ മടങ്ങിയപ്പോൾ ദുബൈയെ കൊണ്ടുവന്നതെന്നാണ് വ്യക്തമാവുന്നത്. അത് വ്യക്തമാവുകയാണ്, അല്ലാതെ ഊഹിക്കുകയല്ല. അതായത് ഇറ്റ് ഈസ് അബ്സല്യൂട്ട്ലി ക്ലിയർ എന്ന് മനോരമ തന്നെ പറയുകയാണ്. ലെഫ്റ്റ് റൈറ്റ് ബാറ്റിംഗ് കോമ്പിനേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതിൻ്റെ ഭാഗമായി തിലക് വർമ്മ എന്ന ലെഫ്റ്റ് ഹാൻഡർ ഔട്ടാകുമ്പോൾ റൈറ്റ് ഹാൻഡർ ആയിട്ടുള്ള സഞ്ജു സാംസന് പകരം മറ്റൊരു ലെഫ്റ്റ് ഹാൻഡർ ആയിട്ടുള്ള ശിവം ദുബെ ഉപയോഗിച്ചു എന്നത് വ്യക്തമാവുകയാണ് എന്ന് പറയുന്നു. അവസാന വരിയിൽ ഇതിൻ്റെ വസ്തുത എന്താണ് എന്ന് എഴുതിയതിന് ശേഷം ആദ്യം മുതൽ ഹെഡിങ് മുതൽ ഇങ്ങോട്ട് ചിത്രങ്ങളിലടക്കം കുത്തിത്തിരിപ്പ് മാത്രമാണ് ഇവിടെ മനോരമ ഈ ഒരു റിപ്പോർട്ടിനുള്ളിൽ കുത്തി നിറച്ചിരിക്കുന്നത്. എന്നിട്ട് അവസാനം അവരുടെ വളരെ വ്യക്തമാവുന്ന ഒരു കാര്യം കൂടി ഇതിനകത്തിൽ പറഞ്ഞിരിക്കുകയാണ്. ഞാൻ ചോദിക്കുന്നത് മനോരമയോട് ഈ ടൈറ്റിൽ പോലെ തന്നെയുള്ള ഒരു തിരിച്ചുള്ള ചോദ്യമാണ്. ടൈറ്റിലിൽ പറഞ്ഞിരിക്കുന്നത് എന്തിനാണ്? എന്തിനാണ് ഇങ്ങനെ? എനിക്ക് മനോരമയോട് ചോദിക്കാനുള്ളത് തന്നെയാണ്, എന്തിനാണ് ഇങ്ങനെ? നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്ത് സന്തോഷമാണ് കണ്ടെത്താൻ കഴിയുന്നത്? നിങ്ങൾ എന്താണ് ഇതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്? മലയാളികൾ വെറും മണ്ടന്മാരാണ് എന്നാണോ? നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം വായിച്ച് അത് വിശ്വസിക്കുന്ന ആൾക്കാരാണ് മലയാളികൾ എന്നാണോ നിങ്ങൾ കരുതുന്നത്? സഞ്ജു സാംസൺ വളരെ പ്രൗഡായിട്ടുള്ള ഒരു ഇന്ത്യൻ ക്രിക്കറ്ററാണ്. ഇന്ത്യൻ ടീമിൽ കളിക്കുന്നതിന് അങ്ങേയറ്റം ആഗ്രഹിക്കുന്നയാളാണ്. അദ്ദേഹത്തിൻ്റെ കഴിവുകൾ എന്താണ് എന്നുള്ളത് അദ്ദേഹം ഇതിനോടകം പ്രദർശിപ്പിച്ചിട്ടുള്ളതാണ്. അങ്ങനെയുള്ള ഒരാളിന് കൃത്യമായി ടീം ബാക്ക് ചെയ്യുന്നുണ്ട് എങ്കിൽ, അദ്ദേഹത്തിനെ അവിടെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ, അദ്ദേഹത്തിന് ഇനിയും അവസരങ്ങൾ കൃത്യമായിട്ട് അവിടെ കൊടുക്കുകയും ചെയ്യും. ഇപ്പോൾ ഉദാഹരണത്തിന് അടുത്ത മത്സരം നമ്മൾ കളിക്കാൻ പോകുന്നത് ഒമാൻ എന്ന ടീമിനെതിരെയാണ്. താരതമ്യേന ദുർബലരായിട്ടുള്ള, ഈ ടൂർണമെൻറ്റിൽ കളിച്ച 2 മത്സരങ്ങളും പരാജയപ്പെട്ട് ഇതിനോടകം തന്നെ ടൂർണമെൻറ്റിൽ നിന്ന് പുറത്തായിട്ടുള്ള ടീമാണ് ഒമാൻ. ആ ടീമിനെതിരെ ഒന്നുകിൽ ആദ്യം ബാറ്റ് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടിയാലോ, ഇനി അതല്ല ചേസ് ചെയ്യുന്ന സമയത്താണെങ്കിലോ, ഇന്ത്യൻ ടീമിൽ ഇതുവരെ മറ്റ് 2 മത്സരങ്ങളിലും ബാറ്റിങ്ങിന് അവസരം ലഭിച്ചിട്ടില്ലാത്ത ആൾക്കാരെ പരീക്ഷിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ നോക്കിയാൽ സഞ്ജു സാംസൺ ആണെങ്കിലും ഹാർദിക് പാണ്ഡ്യ ആണെങ്കിലും അക്ഷർ പട്ടേൽ ആണെങ്കിലും ഒക്കെ ബാറ്റിംഗ് ഓർഡറിൽ പ്രൊമോഷൻ കിട്ടാൻ സാധ്യതയുള്ള ആൾക്കാരാണ്. അപ്പോൾ അത് ടീം മാനേജ്മെൻറ്റിൻ്റെ ഒരു സ്ട്രാറ്റജിയാണ്. എല്ലാ ആൾക്കാർക്കും ബാറ്റിംഗ് പരിശീലനം കിട്ടുക, എല്ലാവർക്കും മാച്ച് പ്രിപ്പയർഡ്നെസ്, മാച്ച് റെഡിനെസ് ഒക്കെ ഉണ്ടാവുക എന്നുള്ളതെല്ലാം തന്നെ ഇന്ത്യ മാത്രമല്ല എല്ലാ ടീമുകളും അനുവർത്തിക്കുന്ന ഒരു ശൈലിയാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ നിങ്ങളിങ്ങനെ കുത്തിത്തിരിപ്പ് കണ്ടെത്തി സഞ്ജു സാംസൻ്റെ നിരാശയുടെ, വിഷാദത്തിൻ്റെ ഒക്കെ മീറ്റർ വെച്ച് നിങ്ങൾ അളന്ന് അതിൻ്റെ വാല്യൂ കണ്ടെത്തി അവസാനം ടീം ആഹ്ലാദിക്കുമ്പോഴും എല്ലാവരും എഴുന്നേൽക്കുമ്പോഴും സഞ്ജു സാംസൺ അവിടെ ഇരിക്കുകയായിരുന്നു എന്നുള്ള വിചിത്രമായിട്ടുള്ള കണ്ടെത്തലുകളൊക്കെ കൊണ്ടുവരുന്ന സമയത്ത് നിങ്ങളൊരു മലയാളി താരത്തിനെ പ്രോത്സാഹിപ്പിക്കുകയല്ല, മറിച്ച് പിടിച്ചു വലിച്ച് താഴെയിടുകയും അദ്ദേഹത്തിൻ്റെ രാജ്യസ്നേഹത്തിനെ ചോദ്യം ചെയ്യുകയും ചെയ്യുകയാണ് എന്നുള്ളത് പറയാതിരിക്കാൻ കഴിയില്ല. വളരെ നല്ല രീതിയിലുള്ള സ്പോർട്സ്മാൻ സ്പിരിറ്റ് കാണിക്കുന്ന ഒരു താരം തന്നെയാണ് സഞ്ജു സാംസൺ. അദ്ദേഹത്തെ വെറുതെ ഇങ്ങനെ അധിക്ഷേപിക്കരുത്, മലയാളികൾ മൊത്തത്തിൽ അങ്ങനെയാണ് ചിന്തിക്കുന്നത് എന്നൊന്നും ദൈവത്തെ ഓർത്ത് നിങ്ങൾ പറയരുത്. ഇനി ഇതിലൊരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഒരു സെലിബ്രേറ്ററി മൂഡിൽ അത് എൻജോയ് ചെയ്തുകൊണ്ട് നോക്കുന്ന ഒരു നോട്ടം എന്നതിനപ്പുറത്തേക്ക് അവിടെ നടക്കുന്ന കാര്യം എന്താണെന്ന് കീനായിട്ടുള്ള ഒരു ഒബ്സർവേഷനാണ് കളിക്കാരുടെ മുഖത്ത് കാണുന്നത്. അവരുടെ എല്ലാവരുടെയും നോട്ടം എങ്ങോട്ടാണ് എന്ന് ആ സമയത്ത് ദൃശ്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് വ്യക്തമാകും. അവരെല്ലാവരും ഉറ്റുനോക്കുന്നത് ഇന്ത്യൻ ടീം എങ്ങനെയാണ് പാകിസ്ഥാൻ കളിക്കാർക്ക് കൈകൊടുക്കാതെ ആ 2 ബാറ്റർമാർ സൂര്യകുമാർ യാദവും ശിവം ദുബെയും തിരിച്ച് പവലിയനിലേക്ക് വരുന്നത് എന്നുള്ളതാണ്. അതായത് നേരത്തെ തന്നെ നമ്മൾ എടുത്തിരുന്ന ഒരു തീരുമാനമാണ് പാകിസ്ഥാൻ കളിക്കാർക്ക് നമ്മൾ ഹസ്തദാനം നൽകില്ല എന്ന്. അപ്പോൾ അങ്ങനെ മത്സരം ജയിച്ചതിന് ശേഷം അവരങ്ങനെ ഹസ്തദാനം കൊടുക്കാതെ വരുന്നതാണ് ഇവരെല്ലാവരും ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കി അവിടെ ഇരിക്കുന്നത്. അത് വളരെ വ്യക്തമാണ്. അപ്പോൾ നിങ്ങളുടെ ഈ വിഷാദത്തിൻ്റെ മീറ്ററും തപ്പി നിങ്ങൾ പോയപ്പോൾ ഈ കളിക്കാരുടെ മുഖത്തുണ്ടായിരുന്ന ശരിയായ എക്സ്പ്രഷൻ എന്താണ് എന്നതിനെക്കുറിച്ച് റീഡ് ചെയ്യാൻ മനോരമ പരാജയപ്പെട്ടു എന്ന് പറയേണ്ടി വരും. സഞ്ജു സാംസന്റെ മുഖത്തും അതേ എക്സ്പ്രഷൻ തന്നെയാണ്. അദ്ദേഹം അവിടെ ഇരുന്ന് നമ്മുടെ ബാറ്റർമാൻ മറ്റുള്ള ആൾക്കാർക്ക് കൈ കൊടുക്കാതെ തിരിച്ചു വരുന്നതാണ് കാണുന്നത്. അതിനുശേഷം സഞ്ജു സാംസൺ അവിടെ എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട്. ആ എഴുന്നേറ്റ് നിൽക്കുന്ന ദൃശ്യം ഞാൻ നിങ്ങളെ കാണിക്കാം. ഒപ്പം തിരിച്ചു വരുന്ന സമയത്ത് സൂര്യകുമാർ യാദവിന് കൈ കൊടുത്ത് സ്വീകരിക്കുന്നതിൻ്റെ ചിത്രവും ഞാൻ ഇതിനോടൊപ്പം ചേർക്കാം. അപ്പോൾ ദൈവത്തെ ഓർത്ത് ഒരു മലയാളി താരത്തിനെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല എങ്കിലും നിങ്ങൾ അദ്ദേഹത്തെ നിന്ദിക്കാൻ വേണ്ടിയിട്ട് ഇട കൊടുക്കരുത് എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങൾ ഇതേപോലെ തന്നെ വാഴ്ത്തി കൊമ്പത്ത് വെച്ചിരുന്ന പല കായിക താരങ്ങളും നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷേ അവരെയൊക്കെ തന്നെ പിന്നെ നിങ്ങൾ തന്നെയാണ് വലിച്ച് താഴെയിട്ടിട്ടുള്ളത്. അതുകൊണ്ട് ദയവ് ചെയ്ത് ആ പഴയ ഓൾഡ് നമ്പർ നിങ്ങൾ ദയവ് ചെയ്ത് സഞ്ജു സാംസണെതിരെ എടുക്കരുത്. ആ മനുഷ്യനെ കളിക്കാൻ അനുവദിക്കുക. അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും രീതിയിൽ അർഹിച്ച സെലക്ഷൻ കൊടുത്തിട്ടില്ല എങ്കിലൊക്കെ തന്നെ നിങ്ങൾ ക്രിട്ടിസൈസ് ചെയ്യുക. പക്ഷേ ടീമിൽ കളിക്കാനായി തിരഞ്ഞെടുക്കപ്പെട്ട് അവസാന 11-1 കളിക്കുന്ന ഒരാളിനെക്കുറിച്ച് അവിടെ ബാറ്റിംഗ് കൊടുത്തില്ല, ഇവിടെ ബാറ്റിംഗ് കൊടുത്തില്ല എന്നൊന്നും പറഞ്ഞ് ദൈവത്തെ ഓർത്ത് കുത്തിത്തിരിപ്പിനിറക്കരുത്. അതുകൊണ്ട് തന്നെ മനോരമയുടെ ഈ ഓൺലൈൻ ഡെസ്കിലുള്ള ആൾക്കാർ നിങ്ങൾ ആരായാലും നിങ്ങളിപ്പോൾ പ്രവർത്തിപ്പിക്കുന്ന ആ വിഷാദത്തിൻ്റെ മീറ്റർ, കുത്തിത്തിരിപ്പിൻ്റെ മീറ്റർ, ആ യന്ത്രം ദയവ് ചെയ്ത് ഓഫ് ചെയ്യണം എന്ന് ദൈവനാമത്തിൽ മലയാളികളുടെ പേരിൽ നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്.